ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾക്ക് ജർമ്മനിയിലെ നഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഏതെല്ലാം ഡിഫറെൻറ്റ് മേഖലകളിലാണ് ജോലി സാധ്യതകൾ ഉള്ളത് എന്നതിനെക്കുറിച്ച് ആണ് കേട്ടോ. കാരണം നമ്മൾ ജർമ്മനി വന്ന ഉടനെ തന്നെ അങ്ങനെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് ജോലിക്ക് കയറാൻ പറ്റില്ല. കാരണം വന്നു കഴിഞ്ഞ് ഒരു 2 വർഷത്തെ എഗ്രിമെൻറ്റിലായിരിക്കും നമ്മൾ ജോലിക്ക് കയറുന്നത്. നമ്മുടെ അനർക്കനവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഏത് നേഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലാണോ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ ഓൾഡ് ഏജ് ഹോം എവിടെ ആയിരുന്നാലും ഒരു 2 വർഷം കഴിഞ്ഞ് മാത്രമായിരിക്കും നമ്മൾക്ക് വേറൊരു സ്ഥലത്തേക്ക് മാറാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഡിഫറെൻറ്റ് മേഖലകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമുക്ക് വേഗം തന്നെ വെച്ച് താമസിപ്പിക്കാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വച്ചാൽ, നമുക്ക് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ വർക്ക് ചെയ്യാം. നഴ്സിംഗ് ഹോസ്പിറ്റൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ, അതിപ്പം പിന്നെ എന്ത് പറയുന്നത്, ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, OT, പിന്നെ ഓപ്പറേഷൻ തിയേറ്റർ, പിന്നെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ വർക്ക് ചെയ്യാം. അതുകൂടാതെ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ആയിട്ടിരിക്കും. അവന് ചുമയും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്നും സ്കൂളിൽ എത്തില്ല. അതിൻ്റെ ഒരു ഇതിലിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മോനെ ഒച്ച എടുക്കാതെടാ, കൊഞ്ചി താഴെ വെച്ച് കളിച്ചോ, ഇവിടെ വെച്ചുകൊണ്ട് കളിക്കുക. ഈ താഴെ വെച്ച് കളിച്ച് ഈ മേശ വയ്ക്കുമ്പോൾ ഒച്ച വെക്കുന്നത്. അപ്പോൾ എന്നിട്ട് ഞാൻ പറയാൻ വന്നത് എന്താണ്, സോറി കേട്ടോ, ഡിസ്റ്റർബൻസ് ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന ഞാൻ അവോയ്ഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്നാലും വന്നു കഴിയുമ്പോൾ അവനെ തള്ളിപ്പറഞ്ഞ് വിടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ കുട്ടികൾ അങ്ങനെയൊക്കെയാണ്. ഓക്കെ. ഐൻസുണ്ടൈൻസ് ഫ്ലീഗ് എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മൾ ഒരു സ്റ്റാഫ് ഒരു പേഷ്യൻറ്റിനെ മാത്രമായിട്ട് ജോലി ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. പിന്നെ വന്നിട്ട് 24 hours ഇൻറ്റൻസീവ് ഫ്ലീഗ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. പിന്നെ നൈറ്റ് ഷിഫ്റ്റ് മാത്രമായിട്ടുള്ള ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. പിന്നെ നമ്മൾക്ക് നമ്മുടെ എന്ത് പറയുന്നത് ആവശ്യമനുസരിച്ച് ഐദർ മോർണിംഗ് ഡ്യൂട്ടി, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ആവശ്യകത അനുസരിച്ച് നമ്മൾക്ക് മോർണിംഗ് ഡ്യൂട്ടി ആണോ ചെയ്യാൻ ഇഷ്ടമുള്ളത് എങ്കിൽ മോർണിംഗ് ഡ്യൂട്ടി, ഈവനിങ് ഡ്യൂട്ടി ആണെങ്കിൽ ഈവനിങ് ആയിട്ട് ഡ്യൂട്ടി ആയിട്ട്, അതായത് കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് താമസിക്കുന്നവർക്ക് നമുക്ക് സാധാരണ ഷിഫ്റ്റ് മോർണിംഗ്, ഈവനിങ്, നൈറ്റ് ഷിഫ്റ്റ് ചിലപ്പോൾ സാധിക്കില്ലായിരിക്കും. പക്ഷെ നമ്മൾ എവിടെയാണോ പുതിയതായിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്ത് കയറാൻ ആഗ്രഹിക്കുന്ന ആ സ്ഥലത്ത് നമ്മൾ ഇൻ്റർവ്യൂവിന് പോയി കഴിയുമ്പോൾ തന്നെ പറയണം, ഞാൻ ഇങ്ങനത്തെ ഒരു സ്റ്റൈലിലെ ആണ് ഞാൻ നോക്കുന്നത്, അപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് ഡ്യൂട്ടി വേണ്ടത്, ഇതാണ് കാര്യങ്ങൾ, നിങ്ങൾക്ക് ഓക്കെ ആണോ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ അവർ ഓക്കെ ആണെങ്കിൽ അതേന്ന് പറയും, അല്ലെങ്കിൽ അല്ല എന്ന് പറയും. അപ്പോൾ അതനുസരിച്ച് ആണ് നമ്മൾ എന്ത് പറയണ്ടേ, നമ്മുടെ ഡ്യൂട്ടി അറേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതും കൂടിയുണ്ട്. പിന്നെ വന്നിട്ട് എന്താണെന്ന് ചോദിച്ചാൽ, ആംബുലാൻറ്റൻ ഫ്ലീഗഡിയൻസ് എന്ന് പറയും, ആ ഒരു ഫ്ലീഗഡിയൻസ് ഉണ്ട്. പിന്നെ സ്റ്റേഷനറി ഫ്ലീഗഡിയൻസ്, അതായത് കെയർ ഹോമുകളിൽ നമ്മൾ കൊടുക്കുന്നത് ഡ്യൂട്ടികൾ. പിന്നെ വേറൊരു മേഖല ഏതാണെന്ന് ചോദിച്ചാൽ, സൈറ്റ് ആർബൈറ്റ് ഫിർമ എന്ന് പറയുന്ന ഒരു ഇതും കൂടെ ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ, ഇത്രയും ഓപ്പർച്യൂണിറ്റീസാണ് നമ്മൾക്ക് ഫ്ലീഗയിൽ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്നത്. പിന്നെ വന്നിട്ട് വേറെ ഒരു ചാൻസ് കൂടി ഉള്ളത്, നമുക്ക് 12 hours എ ഡേ വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ദിസ് ആർ ദ ഡിഫറെൻറ്റ് മേഖലകൾ എവിടെയൊക്കെയാണോ നമ്മൾക്ക് ഡ്യൂട്ടി ചെയ്യാൻ അവസരങ്ങൾ ലഭിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇനി നമ്മൾക്ക് ഈ എല്ലാ ഷിഫ്റ്റിനെ പറ്റി, എല്ലാ മേഖലകളെ പറ്റിയും ഒന്ന് നോക്കാം. എന്താണ്, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ഒന്ന് അറിഞ്ഞു നോക്കാം കേട്ടോ. ഇതാണ് വ്യത്യസ്തമായ വിഭാഗങ്ങൾ, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾക്ക് അതായത് ഫ്ലീഗ് റെലവൻ്റ് ആയിട്ടുള്ളതിൽ വർക്ക് ചെയ്യാൻ പറ്റും, അതായത് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഓരോ സെക്ഷനെ പറ്റിയും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കാം. ഇതെങ്ങനെയാണ്, ഇതിൻ്റെ ഫങ്ഷൻസ്, കാര്യങ്ങൾ എന്നൊക്കെ അതിനെപ്പറ്റി അതിന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ.
അപ്പോൾ നമുക്ക് എന്താണ് ഇൻറ്റൻസീവ് ഫ്ലീഗ് എന്നതിനെപ്പറ്റി കണ്ടു നോക്കാം. അതായത് ജീവൻ അപകടപ്പെടുത്തുന്ന അസുഖങ്ങൾക്കോ പരിക്കുകൾക്കോ നൽകുന്ന പ്രത്യേക പരിചരണമാണ് ക്രിട്ടിക്കൽ കെയർ എന്ന് പറയുന്നത്. അതായത് വെന്റിലേഷൻ ആവശ്യമുള്ള രോഗികളുടെ കൂടെ നിരീക്ഷണവും പരിചരണവും അല്ലെങ്കിൽ അവരുടെ ആരോഗ്യം മുഴുവൻ സമയവും നിരീക്ഷിക്കുന്നതും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു ഫ്ലീഗ് ഫാഹ്ക്രാഫ്റ്റ് ഫുൾ ടൈം, അതായത് ഇൻറ്റൻസീവ് ഫ്ലീഗിൽ നമ്മൾക്ക് ഒരു 3 പേഷ്യൻ്റ് അല്ലെങ്കിൽ 4 പേഷ്യൻ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിന് 1-2 സ്റ്റാഫുകളുണ്ടാവും അവരെ നോക്കാൻ വേണ്ടി. അല്ലെങ്കിൽ നമ്മൾക്ക് ചിലപ്പം 1-2-3 പേഷ്യൻസ് ഒരാൾക്ക് കാണും. അപ്പം നമ്മൾ ഇത്രയും പേരെ നിരീക്ഷിക്കുകയും അവർക്ക് വേണ്ട കെയറുകളൊക്കെ കൊടുക്കണം. അതാണ് ഇൻറ്റൻസീവ് ഫ്ലീഗായിട്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ ഈ പേഷ്യൻസ് ഒന്നെങ്കിൽ തീവ്ര വിഭാഗ പരിചരണ ഡിപ്പാർട്ട്മെൻറ്റിൽ, അതായത് ഹോസ്പിറ്റലുകളിൽ, ഓൾഡ് ഏജ് കെയർ ഹോമുകളിൽ, അല്ലെങ്കിൽ ഇൻറ്റൻസീവ് കെയർ ഹോമുകളായിട്ടുള്ള സെപ്പറേറ്റ് കെയർ ഹോമുകളുണ്ട് അവിടെ. പിന്നെ ഇത് അല്ലെങ്കിൽ നമ്മൾ വീടുകളിലും പേഷ്യൻസ് ആയിരിക്കുന്നതായിട്ടുണ്ട്. അപ്പോൾ അവിടെയും ഈ ഒരു പരിചരണം അവർക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് സ്റ്റാഫുകളെ ആവശ്യമായിട്ടുണ്ട്. അപ്പം ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സാലറിയും അതുപോലെ തന്നെ ഒരുപാട് കൂടുതലായിരിക്കും മറ്റേ ഉള്ള കെയർ വിഭാഗത്തിലും ഉപരിയായിട്ട്. പിന്നെ വേറെ എന്താണെന്ന് പറയാൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു മാസത്തിൽ 40 അവേഴ്സാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒന്നെങ്കിൽ 24 അവേഴ്സ് ഫ്ലീഗി ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ 12 അവേഴ്സ് ഫ്ലീഗി ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ 12 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂർ നമ്മൾ ഒരു ദിവസം ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മാസത്തിൽ നമ്മൾക്കൊരു 10-14 ഓഫുകളുണ്ടാവും. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. അതാണ് നമ്മൾക്കൊരു ബെനഫിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു വിഭാഗത്തിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും കോഷ്യസ് ആയിരിക്കണം. പേഷ്യൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ടും നോക്കി എല്ലാ ഡോക്യുമെൻറ്റേഷനും കൃത്യമായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഒരുപാട് റിസ്ക് ഉള്ള പണിയെന്ന് പറഞ്ഞാൽ ഒക്കെ പിന്നെ പേഷ്യൻറ്റിൻ്റെ ജീവന് നമ്മുടെ കൈകളിലാണ് തന്നിരിക്കുന്നത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. പിന്നെ നമുക്ക് ഒരുപാട് സമയമുണ്ട് പേഷ്യൻറ്റിനായിട്ട് ചിലവഴിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഈ ഇൻറ്റൻസീവ് ഫ്ലീഗിൽ വരുന്നത്. പക്ഷേ ജോലി ഭാരം കുറവായിരിക്കും, കാരണം നമ്മൾക്ക് 1-2-3 പേഷ്യൻസും ഉള്ളത് കൊണ്ട്. പിന്നെ വന്നിട്ട് ഇൻറ്റൻസീവ് കെയറിലുള്ള പേഷ്യൻസ് സാധാരണ രീതിയിൽ മെക്കാനിക്കൽ വെന്റിലേറ്ററിലായിരിക്കും. അപ്പോൾ അവർക്ക് അവരുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ സവർ സ്റ്റഫ് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. അവർക്ക് ട്രക്കിയോസ്റ്റോമ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇൻറ്റൻസീവ് വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിനെ നമ്മൾ പരിചരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പ്രത്യേകമായിട്ട് ഒരു ആത്മോക് ഷൈൻ എന്ന് പറയുന്ന ഒരു ഷൈൻ്റെ ആവശ്യകതയുണ്ട്. അത് നമ്മൾ എവിടെയാണ് ജോലിക്ക് കയറുന്ന സമയത്ത് നമ്മൾക്ക് ഇല്ലെങ്കിൽ നമ്മുടെ ആർബൈറ്റ് ഗേബർ തന്നെ അതിനായിട്ടുള്ള ഫർദർ ഫോട്ടോ ബില്ലോങ് നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നതും കൂടെ ആയിരിക്കും കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞത് ഏത് വിഭാഗമായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ നൈറ്റ് ഷിഫ്റ്റ് മാത്രമായിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. എല്ലാ ഹോസ്പിറ്റലുകളിലും എല്ലാ കെയർ ഹോമുകളിലും അല്ലെങ്കിൽ എല്ലാ നേഴ്സിംഗ് കെയർ സെൻറ്ററുകളിലും എല്ലായിടത്തും തന്നെ നൈറ്റ് ഷിഫ്റ്റിനും ആളെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ചിലപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് മാത്രമായിട്ട് ചെയ്യുന്ന സ്റ്റാഫുകളും ഉണ്ട്. അപ്പം നമ്മൾക്ക് നൈറ്റാണോ ആവശ്യമായിട്ടുള്ളത് നമ്മൾക്ക് അത് ചൂസ് ചെയ്യാം. എന്നിട്ട് അപ്പോൾ ഒരു നൈറ്റ് അവറേജ് അല്ലെങ്കിൽ ഒരു മാക്സിമം 10 അവേഴ്സ് ആയിരിക്കും നൈറ്റിലെ ഷിഫ്റ്റ്, അല്ലെങ്കിൽ 10 കൂടുതൽ ഒരിക്കലും പോവാറില്ല. അപ്പം നമ്മൾ ഈ പറഞ്ഞ കണക്ക് തന്നെ ഒരു മാസം നമ്മൾക്കൊരു എന്താ പറയണ്ടേ 2-3 വരെ ആഴ്ചയിൽ ലീവുകളുണ്ടാവും. 40 മണിക്കൂറാണ് ഒരു ആഴ്ച നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു 10 മണിക്കൂറാണ് ഡ്യൂട്ടി ചെയ്യുന്നതെങ്കിൽ ഒരു ആഴ്ചയിൽ 4 ഡ്യൂട്ടി ആയിരിക്കും നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അങ്ങനെയാണ് നൈറ്റിൻ്റെ ഷിഫ്റ്റിൻ്റെ കാര്യങ്ങൾ. പിന്നെ വരുന്നത് ആംബുലാൻറ്റ് ഫ്ലീഗിയാണ്, അതായത് ഹോം കെയർ സർവീസ്. നമ്മൾ രോഗികളുടെ വീടുകളിൽ കൂടെ പോയി അവർക്ക് വേണ്ട സർവീസുകൾ ചെയ്തു കൊടുക്കുന്നു. കാരണം ഈ രോഗികൾ പിന്നെ കെയർ ഹോമിൽ അല്ലെങ്കിൽ ഇൻറ്റൻസീവ് കെയറിലൊക്കെ ഉള്ളതിലും ഒരുപാട് വ്യത്യസ്തമായിരിക്കും.
അവരുടെ കാര്യങ്ങൾ തന്നെ സെൽഫ് സ്റ്റഡിക്ക് ചെയ്യാൻ പറ്റുന്ന പേഷ്യൻസ് ആയിരിക്കും. ഒരു 90-95% വരുന്നിടത്തോളം നമ്മൾ അവർക്ക് ജസ്റ്റ് വേണ്ട മോർണിംഗിലെ ഒരു എന്താ പറയുക, ഒന്നെങ്കിൽ ഇൻസുലിൻ സ്പ്രിറ്റ്സ്, മെഡിക്കമെൻ്റ്, ഗീബൻ, കുംബ്രസിയോൺ, സ്റ്റുംഫാൻസിയൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. പിന്നെ ഡൂഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന പേഷ്യൻസും ഉണ്ടാകും, അയൻമാലിൻ്റെ വോഹ്, അതൊക്കെ നമ്മൾ അവർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അത്രയേ ഉള്ളൂ. ഈ ആംബുലാൻറ്റ് ഫ്ലീഗയിലെ ഡ്യൂട്ടിയും കാര്യങ്ങളും. പിന്നെ വരുന്നത് സ്റ്റേഷനറി ഫ്ലീഗ, അതായത് കെയർ ഹോമുകളിലെ ഡ്യൂട്ടികൾ. അപ്പോൾ നമ്മൾ ഒരു പേഷ്യൻ്റ് വന്നാൽ അവരുടെ ജീവിതാവസാനം വരെ കെയർ ഹോമുകളിലായിരിക്കും സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വേണ്ട എല്ലാ കെയറുകളും നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്, കൊടുക്കേണ്ടതാണ്. അതാണ് കെയർ ഹോമും ആംബുലാൻറ്റ് ഫ്ലീഗയും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. പിന്നെ വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ 12 hours ഡ്യൂട്ടി. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ സൈറ്റ് ആർബൈറ്റ് ഫിർമ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് അവർക്ക് എവിടെയാണോ സ്റ്റാഫിനെ ആവശ്യമായിട്ടുള്ളത്, ഷോർട്ടേജ് ഉള്ളത്, അവിടേക്ക് അവർ നമ്മളെ പ്രിഫർ ചെയ്യും. അതിപ്പം ഹോൾ ത്രൂ ഔട്ട് ഡോച്ച്ലാൻഡ് ആയിരിക്കാം. പക്ഷേ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ സാലറി നമ്മൾക്ക് നോർമലി കിട്ടുന്നതിലും ഡബിളായിരിക്കും. പിന്നെ അഡ്വാൻറ്റേജ് മാത്രമല്ല കേട്ടോ, ഡിസഡ്വാൻറ്റേജും കൂടെ ഉണ്ട്. നമ്മൾ എവിടെയും സ്റ്റേബിളായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. ഒരു സ്ഥലത്തു നിന്നും വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കും. ഒരു സ്ഥലത്തെ കോൺട്രാക്റ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ നമ്മളെ വേറൊരു സ്ഥലത്തേക്ക് അപ്പോയിൻമെൻറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഫാമിലിയും കുട്ടികളൊക്കെ ആയിട്ട് ഉള്ളവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവരാണ്, ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ള ഒരു കമ്പനിയിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾക്ക് എന്താ പറയുന്നത്, ഫുൾ ജർമ്മനിയും ട്രാവൽ ചെയ്യാൻ പറ്റും, ഡ്യൂട്ടിയും ചെയ്യാൻ പറ്റും, സാലറിയും കിട്ടുന്നതായിരിക്കും. ഇതൊക്കെയാണ് വന്നിട്ട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ച ഡിഫറൻറ്റ് ജോലി സാധ്യതകൾ നഴ്സിംഗ് ഫീൽഡിൽ നമ്മൾക്ക് ഇവിടെ കിട്ടുന്ന, ജർമ്മനിയിൽ കിട്ടുന്ന ജോലി സാധ്യതകൾ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇത് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ്. അതിപ്പം ബെഗ്ഗിങ് ആണെങ്കിലും അല്ലെങ്കിലും, കാരണം നമ്മൾ എന്ത് പറയുന്ന ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ നമുക്കതിനൊരു സപ്പോർട്ട് എവിടെ നിന്നെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അത് ഫർദർ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് എല്ലാവർക്കും ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ചുമ്മാ വന്നിരുന്ന് ഓരോ വീഡിയോയും ഇട്ട് ചെയ്തു പോകുന്നതിൽ കാര്യമില്ലല്ലോ. അപ്പോൾ എനിക്ക് 2-3 കമൻറ്റുകൾ വരുന്നുണ്ട്, നിങ്ങൾ വ്യൂസ് കൂട്ടാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ മെസ്സേജുകൾ ഇടുന്നത്. ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ അറിയുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അല്ലാതെ ഞാൻ ഇവിടുന്ന് കുക്കപ്പ് ചെയ്ത് കാര്യങ്ങളിട്ട് ഞാൻ ഫോൾസ് ആയിട്ട് ഒരു കാര്യങ്ങളും എൻ്റെ പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തിക്കുന്നില്ല. അങ്ങനെ ആ ഒരു ഇൻഫർമേഷനാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം ഞാൻ 10-16-17 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ജർമ്മനിയിൽ. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക്കിലാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നതും. അതിപ്പം മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് എൻ്റെ മിസ്റ്റേക്കില്ല, അത് നിങ്ങളുടെ മിസ്റ്റേക്കാണ് കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ ബൈ, ടേക്ക് കെയർ.